നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ അവധിക്കാലം എത്ര മനോഹരമായിരുന്നു അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ ഈ ഫേസിലുള്ളത്. അതിലൊന്നാണ് നമ്മുടെ ഈ ഉത്സവകാലം എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇഡ്ഡലിയും സാമ്പാറും ഒരു നല്ല ചായയായിട്ടായിരുന്നു തുടക്കം. പുതിയ പട്ടുപാവാടയും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഇതിലെ ഓടി നടന്നിരുന്ന കാലം ഓർമ്മ വരിക. പക്ഷേ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മെഡിക്കൽ ടീമിൻ്റെ കൂടെയാട്ടോ. MLSP ആയതിനു ശേഷം മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഓരോ കുടങ്ങളായിട്ട് വന്ന് കയറി തുടങ്ങി കേട്ടോ. പക്ഷേ ഇത് കുറിച്ചിയിലെ ഇളങ്കാവമ്പലമാണ് കേട്ടോ. ഇത്തിത്താനം ഇളങ്കാവമ്പലം. ഓരോ കുടം വരുന്നതിന് കൂടെ ആനയുണ്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ആനകളൊക്കെ കൂടെ ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. കുടം ഇത്രയൊന്നും അല്ല കേട്ടോ. അതൊക്കെ എടുക്കാൻ പോയാൽ ഈ വീഡിയോ ഇന്നുകൊണ്ടൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടില്ല. ഒരു വെയിലത്ത് ക്യൂ നിന്ന് ചോറിൻ്റെ ചൂടും സൂര്യൻ്റെ ചൂടും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചിരുന്ന സാധനം ഇപ്പോൾ ശാന്തമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റി. പറഞ്ഞു തീർന്നില്ല. അപ്പം തുടങ്ങി മഴക്കാറും കാറ്റും ബഹളവും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞ അവസാനം നടക്കാൻ പോകുന്ന കാര്യം, അതില്ലാതെ എന്ത് ഉത്സവം. എതിരാളികളില്ലാത്ത ഒരേ ഒരു ഏകചന്ദ്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും. അങ്ങനെ ഗജമേളക്കായിട്ട് ഈ മഴയത്തും ഓരോ ആനകളും വന്ന് നിരന്നു നിൽക്കാൻ ആഘോഷഭൂമിയിലേക്ക് കടന്നു വരുന്നു. ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ ഈ വർഷത്തെ കൊണ്ടനാന ആളും ആരംഭങ്ങളും നിറയുന്ന ആഘോഷവേളയിൽ തനത് സഖ്യത ഇത്തിത്താനത്തേക്ക് വീണ്ടും വരികയാണ്, കടന്നു വരികയാണ്. ആണത്തമുള്ള ഒരു ആൺകുട്ടിയെ കാത്തിരുന്ന കരുനല്ലൂർ അമ്മയ്ക്ക് കാലം സമ്മാനിച്ച കരിവീര വസന്തം താരങ്ങളിലെ. ഗജമേള തുടങ്ങാൻ സമയമായപ്പോൾ തന്നെ മഴയൊക്കെ തോർന്നു. പിന്നെ ഇത് ശരിക്കും കാണണമെങ്കിൽ ഗ്രൗണ്ടിന് ഫ്രണ്ടിൽ നിൽക്കണം. അങ്ങോട്ട് പിന്നെ ഒരു തരി മണൽ വീണൽ അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞു മനസ്സും സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോരുകയാണ്. നിങ്ങൾക്ക് നാട്ടിലുള്ളവർ തന്നെയാണെങ്കിൽ ഒരു ഉത്സവം പോലും മിസ് ചെയ്യാതെ കാണുക. അത്രയേ ഉള്ളൂ.